രേണുസുതി കാരണം കൊണ്ട് പ്രതീക്ഷിന്റെ കുടുംബം തകർന്നോ? ഞാനല്ല കേട്ടോ, ഇതുപോലുള്ള മഞ്ഞപ്പത്രക്കാരുടെ ക്യാപ്ഷനാണ്. അപ്പൊ വേറെ ഒന്നല്ല, ജസ്റ്റ് ഒരു വോയിസ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതിനകം വൈറലായിരുന്നു. ഭാര്യയും ഒരു കുഞ്ഞുമുള്ള പ്രതീക്ഷിന്റെ കുടുംബം രേണു തകർക്കുമെന്ന നിലയിലാണ് ഇപ്പോൾ കമന്റ് ബോക്സ് നിറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ഇതാണ്, ഇപ്പൊ ഇങ്ങനെ ഒരാളിനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇമാതിരി തരത്തിലുള്ള കമന്റ്സും തെറിയും ഞാൻ തന്നെ കാണാറുണ്ട്, ചെയ്യുന്നില്ലേ? ഞാൻ നിങ്ങളോട് ഈ കമന്റ്സും തെറി പറയുന്ന ആൾക്കാരുടെ ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഈ സ്വന്തം നാട്ടില് അമ്മേനെ തല്ലിക്കൊല്ലുന്ന മക്കളുണ്ട്, അല്ലെങ്കിൽ അമ്മമാര് എറിഞ്ഞു കൊല്ലുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ദ്രോഹിച്ച് നടക്കുന്ന ആൾക്കാരുടെ എതിരെ നിങ്ങൾക്ക് ഒരു ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ? നിങ്ങളൊരു കമന്റ് ചെയ്തിട്ടുണ്ടോ? സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് നട്ടോട്ട് ഓടുന്ന ഒരു സ്ത്രീകൾക്ക് എതിരെയല്ല നിങ്ങളുടെ സൈബർ ആക്രമണം നടത്തേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ നാടിന് ദ്രോഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ കുറെ ആൾക്കാർ ഒരു ക്വസ്റ്റ്യൻ ആണ്, വിധവയല്ലേ, വിധവകൾക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമെന്ന്. എന്താ കാര്യം, വിധവകൾ മനുഷ്യരല്ലേ? ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുന്ന ഒരു കാര്യം, വിധവകൾ മനുഷ്യരല്ലേ? അവർക്ക് ചെയ്യാൻ പാടില്ലേ? അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യണമെന്നില്ലേ? അവർക്ക് കുടുംബം നോക്കാൻ പാടില്ലേ? നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി കുടുംബം നോക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം അതാണ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാൻ. ഒരാളിനെ നമ്മൾ അപ്പൊ എത്ര ആക്ടേഴ്സ് കിസ് ചെയ്ത് ഹഗ്ഗിങ് സീൻസ് എല്ലാം അഭിനയിക്കുന്നുണ്ട്. ഏതെങ്കിലും ആക്ടേഴ്സിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇത്രയും തരത്തിലുള്ള തെറി പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു ആക്ടറിന്റെ ഒപ്പം അഭിനയിച്ച ചെക്കന്റെ ഫാമിലിനെ കുറിച്ച് എത്ര ആൾക്കാർ പറയുന്നുണ്ട്? അല്ലെങ്കിൽ ഏതൊരു ആക്ടറിനെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട്? പറയത്തില്ല. കാരണം പ്രതികരിക്കാൻ ആളുള്ളിടത്തോളം അല്ലെങ്കിൽ ശബ്ദമുയർത്തിയ അവിടെ അടിവീഴുന്നുള്ള കാലത്തോളം ആരും ഒന്നും പറയത്തില്ല. അതില്ലാത്തവനെ ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ കുതിര കയറാം. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ പല ആൾക്കാരുടെയും മൈൻഡ്.